ഹലോ ഗൈസ് ഹലോ ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ നോക്കാൻ പോകുന്നത് നിഞ്ചാരിഷി ലാസ്റ്റത്തെ ലെവലാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ ദോസുവിനെ കൊല്ലുക, അതാണ് എല്ലാവരും ടാർഗറ്റ് ഗൈസ്. അപ്പോൾ ഞാനും അത് തന്നെ വിചാരിക്കണേ, എന്ന് വെച്ചാൽ ദോസുവിനെ കൊല്ലണം. അത് അവനെ മോനെ അങ്ങോട്ട് എടുക്കുക, അങ്ങോട്ട് മോനെ അവിടെ നിന്ന് അങ്ങനെ എടുത്തുകൊണ്ട് വരികയാണ്. ദോസമാണല്ലോ ഗൈസ്, ഏത് ദോസമാണെന്ന് നമ്മളെ പുറ്റിയിട്ട്. അപ്പോൾ ദോസുവിൻ്റെ കയ്യിലായിരിക്കും മോൻ. ചാൻസ് ഉള്ളില്ല, ദോസ് കൊണ്ടുപോയി, മോനെ കൊണ്ടുപോയി. എന്താ ഓഫ് സീനാണല്ലോ, തീയൊക്കെ ഉണ്ടല്ലോ. ഇത് നമ്മുടെ കാക്ക, ഇയാളെ ഞാൻ കാക്ക എന്നാണ് കേസ് വിളിക്കണത്. എനിക്ക് ഇയാളുടെ പേരൊന്നും അറിയില്ല, ഇത് ആരാന്ന് പോലും എനിക്കറിയണ്ട. എന്തിനാണ് ഇയാളെ നമ്മളെ രക്ഷിച്ചതെന്ന് എനിക്കറിയണ്ട. എനിക്കിനി ഇയാൾ വന്നത് തന്നെ ഇയാളുടെ മകനെ രക്ഷിക്കാനാണ്. പക്ഷേ മകനെ രക്ഷിക്കാനായിട്ട് ഇയാൾക്ക് ഇത്ര ആഗ്രഹം എന്താ? ആരാശിനെ വേണമെന്ന് പറയണത് നാട്ടിൽ. കണ്ടാ പോകാൻ പോർട്ടൊന്നും കാണില്ലല്ല. നാളത്തെ കാരണം എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ടാവും അവൻ എവിടെയെന്ന് എനിക്കറിയാം. അങ്ങനെയൊക്കെയാണ് പറയണ കൈസ്. ഇതെന്താ എനിക്ക് അർത്ഥം കിട്ടണ്ട. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയണേ. ഓഫ്, അപ്പം അതാണ് സംഭവം നിഞ്ച 3. അപ്പോൾ ഇവർ അത് ഇറക്കും. അപ്പോൾ ഞാനൊരു കാര്യം പറയാം ഗൈസ്, ഈ നിഞ്ചാരിഷി എന്ന് പറഞ്ഞ ഈ ഗെയിമിൽ ഇവർ 78ാമത്തെ ലെവലിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു. 79ാമത്തെ ലെവലിൽ, അതായത് ഈ 78ാമത്തെ ലെവൽ കഴിഞ്ഞിട്ട് ഈ ലെവലില്ലേ, ഈ ലെവലിൽ ഒരു കാര്യം അവർ പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ ആ ലെവലിൽ ഇവർ പറഞ്ഞത് ലാസ്റ്റത്തെ 2 ലെവലും നിഞ്ചാരിഷി 3 വരെ ഇറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്മിങ് സൂൺ. അപ്പം എനിക്കറിയാവുന്ന എന്തായാലും നിഞ്ചാരിഷി 2 ബോസ് ലെവൽ കഴിഞ്ഞിട്ട് ഒരു സ്റ്റോറി മോഡ് എന്തായാലും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടേ മാത്രമേ നമുക്കത് ആ ഒരു സ്റ്റോറി മോഡ് കഴിഞ്ഞിട്ടാണ് നിഞ്ചാരിഷി 3 ഇറങ്ങുള്ളൂ. അല്ലാണ്ട് വെറുതെ ഒന്നാമത് ഇറക്കൂല. ഒക്കെ ഒരു സ്റ്റോറി വേണം. ഇതിന് നമ്മളങ്ങോട്ട് കടക്കാനുള്ളൊരു കാരണത്തിൽ സ്റ്റോറിയാണ്. ഈ എല്ലാത്തിൻ്റെ സ്റ്റോറി അറിയാലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ സ്റ്റോറി ഉണ്ടാവും, സ്റ്റോറി വേണം. ഒരു ഗെയിം അതിൻ്റെ വേറൊരു വെർഷനിലേക്ക് ഇറക്കുമ്പോൾ സ്റ്റോറിയിലൂടെ വേണം കടക്കാൻ. അത് സ്വാഭാവികമുള്ള വയസ്സ്. അപ്പോൾ ആ ഒരു രീതി ചിന്തിച്ചപ്പോൾ എനിക്ക് സ്റ്റോറി ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഞാൻ ചിന്തിച്ച പക്ഷേ ദോസുവിനെ കൊല്ലുകയാണെങ്കിൽ നമുക്ക് മകനെ എടുത്തോട്ട് വരാം. പക്ഷേ എന്തിനപ്പം നിഞ്ചാരിഷി 3? അതൊരു ചോദ്യമായിരുന്നു വയസ്സ്. അപ്പം അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട്, ഇതാണെങ്കിൽ കുറേ നേരത്തെ കളിക്കാനൊന്നും പറ്റാത്തൊരു ലെവലായിരുന്നു ഇതൊക്കെ. 79, 80, 78. അപ്പം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് പാടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഗൈസ്, എനിക്ക് അറിഞ്ഞുകൂടെന്നുള്ള കാര്യം. അങ്ങനെ ഈ ബോസ് ലെവൽ എനിക്ക് കിട്ടി. കളിച്ചപ്പോൾ പേടിച്ചു പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുകയാണെങ്കിൽ ഗൈസ് കാണിച്ചു തരാം. കണ്ടാ, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആരാ ഗൈസ് പേടിക്കാണ്ടിരിക്കണേ? കണ്ടാ, പേടിച്ചു പോകും ഗൈസ്. ഇതാണ് അടുത്ത പ്രശ്നം. ഞാൻ പേടിച്ചു പോയി കേട്ടാ, ഉള്ള കാര്യം പറയാം. പിന്നെ ഇനി സ്റ്റോറി ഉണ്ടപ്പോൾ മനസ്സിലാവും. അപ്പം ശരി ഗൈസ്, പെർഫെക്റ്റ്, ഓക്കെ, ബൈ ബൈ. മച്ചാനത് പോരളിയാ.